वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत। हरे कृष्णा। സോ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാപ്റ്റർ 7 ആണോ 8 ആണോ മാതാജി? 7 അല്ലേ? 7 പ്രഭുജി. സോ ഷെയർ സ്ക്രീൻ. Okay. Okay. 7 Bhagavad Gita as it is. 7 text ഏതാ? 20 കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ അല്ലേ നിഷ? കംപ്ലീറ്റ് ചെയ്തില്ല. യെസ് നമുക്കത് ആദ്യം മുതൽക്ക് വായിക്കാം. Bhagavad Gita as it is, chapter 7, text 20. कामैस्तैस्तैर्हृतज्ञाना प्रपद्यन्ते अन्यदेवता तं तं नियममास्थाय प्रकृत्या नियता स्वया. निशा माताजी वाइक्यो. हरे कृष्ण. कामैस्तैस्तैर्हृतज्ञाना प्रपद्यन्तेऽन्यदेवता तं तं नियममास्थाय प्रकृत्या नियता स्वया. Prabhuji, translation please. Those whose intelligence has been stolen by material desires surrender unto demigods and follow the particular rules and regulations of worship according to their own natures. Very good. Kamaystaistairshrhitajnana. Kama by desires. Te various. Hrita deprived of. Jnana knowledge. Prabhadyante surrender. Anya to other. Devata demigods. Tam corresponding. Niyamam regulations. Asthaya following. Prakritya by nature. Niyata controlled. Swaya by their own. അപ്പൊ നമുക്ക് ഈ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ വേർഡ് ടു വേർഡ് മീനിങ് വായിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അല്ലെ? എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, ആരുടെ ബുദ്ധിയാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരാണ് അന്യദേവതമാർക്ക് ശരണം പ്രാപിക്കുക. കാരണം എന്താ? ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി, ഇന്ദ്രിയ തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ദ്രിയ ഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർ ആര് ചെയ്യുന്നു? അത് ആരാണ് പറയുന്നത്? ഭഗവാൻ തന്നെ പറയണത്. അപ്പൊ അത് തെറ്റല്ല, അതിൽ തെറ്റില്ല. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്. അത് താഴ്ന്ന കടയിലുള്ള ഒരു ഡെവലപ്ഡ് കോൺഷ്യസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഒരു ശുദ്ധ സാത്വിക് ഗുണമുള്ള ഒരാള് അങ്ങനത്തെ ഒരു വേർഷിപ്പ് മോഡ് ഓഫ് വേർഷിപ്പ് സ്വീകരിക്കില്ല. Those whose intelligence has been stolen by material desires.
ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പലർക്കും അറിയില്ല അല്ലെ? അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോൺഷ്യസ് ലെവലുള്ള ആൾക്കാരാണ് അന്യദേവതമാരെ ശരണം പ്രാപിക്കുന്നത്. ശരിക്കും എന്താണ് ഈ മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കുന്ന ആൾക്കാർ അത് ചെയ്യില്ല. ഒന്ന് സംസാരിച്ചാലോ, ഞാൻ 2 മിനിറ്റ് താഴെ ഇരുന്ന് ആരാണ് അന്യദേവതമാർക്ക് ആശ്രയം ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ ആരുടെ ബുദ്ധിയാണോ ഭൗതിക ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഭൗതിക തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അവരാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യൻ ജന്മത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാള് അങ്ങനെ ചെയ്യില്ല. അപ്പൊ അത് തെറ്റല്ല അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പൊ ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറാൻ പറ്റില്ല. തെറ്റാണെന്നല്ല പറയുന്നത് ഭഗവാൻ പറയുന്ന അങ്ങനത്തെ ആൾക്കാരാണ്. ശരിക്കും മനുഷ്യ ജന്മത്തിന്റെ വില അറിയുന്ന ആൾക്കാരെ എന്നെ ശരണം പ്രാപിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് അന്യദേവതമാരെ, കാരണം വെച്ചാൽ അവിടുന്ന് ഈസിയാണ് കിട്ടാൻ, ഭഗവാന്റെ അടുത്ത് ഈസിയല്ല കിട്ടാൻ. ഭഗവാൻ നമ്മളെ എന്താണോ അർഹിക്കുന്നത് അതേ തരുള്ളൂ. എന്താണ് നമുക്ക് നല്ലത് അതേ ഭഗവാൻ തരുള്ളൂ. ഭഗവാൻ തരില്ല എന്നല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അത് തന്നാൽ അത് നമ്മൾ ശരിക്കും വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വിനയായിട്ട് വരും. അപ്പൊ എന്താണ് നമുക്ക് നമ്മുടെ ഭാവിക്ക്, നമ്മുടെ ഈ മനുഷ്യ ജീവനിന് എന്താണ് നല്ലത് അത് മാത്രമേ ഭഗവാൻ നമുക്ക് തരുള്ളൂ. അല്ലാത്ത ഭഗവാൻ തരില്ല നമ്മൾ പ്രാർത്ഥിച്ചാലും. അന്യദേവതമാർ അങ്ങനെയല്ല, അവരെ പ്ലീസ് ചെയ്താൽ അവർ തരും. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. So those who are freed from all material contaminations surrender unto the Supreme Lord and engage in his devotional service. അപ്പൊ നമ്മളെ എപ്പോ ശുദ്ധീകരിക്കപ്പെടുന്നുവോ അപ്പൊ മാത്രമാണ് ഭഗവാന് പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുള്ളൂ. അതുവരെ നമുക്ക് ഈ ഭൗതിക ലോകത്തുള്ള പല ആഗ്രഹങ്ങളും പല ഇച്ഛകളും ഉള്ളത് കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതായത് മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം മറന്ന് എങ്ങനെ ഇന്ദ്രിയ ഭോഗം ചെയ്യാൻ പറ്റും അതിൽ കടന്ന് കളിക്കാണ്. അപ്പോൾ ഇത് സൈഡ് ലൈൻ ചെയ്യും. നമ്മൾ പ്രൈം ഡ്യൂട്ടി എന്താണ്? ആക്ച്വലി ഈ മനുഷ്യ ജന്മത്തില് ഈശ്വരനെ പ്രാർത്ഥിച്ചത് ഇവിടുന്ന് കരകയറുക എന്നുള്ള പ്രൈം ഡ്യൂട്ടി. പക്ഷെ അത് നമ്മൾ സെക്കൻഡറി ഡ്യൂട്ടി ആകുന്നു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് സെക്കൻഡറി ആക്കുന്നു. നേരെ മറിച്ചാണ് വേണ്ടത്. മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ഒരു ജന്മത്തിലും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മനുഷ്യജന്മത്തിൽ നമുക്ക് ഇത് കിട്ടിയത് അഥാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത് അതാണ്. അതായത് ഈ മനുഷ്യജന്മത്തിൽ നമുക്കിത് എൻക്വയറി പവർ ഉള്ളൂ. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെ അത് പുനഃസ്ഥാപിക്കാം എന്നുള്ള ഈ അറിവ് മനുഷ്യജന്മത്തിൽ മാത്രമേ പറ്റൂ. അപ്പോ അത് നമ്മൾ മറന്നിട്ട് വീണ്ടും നമ്മൾ മൃഗങ്ങളെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ അപ്പൊ എന്താണ് ഗുണം? മനുഷ്യ ജന്മം കിട്ടിയിട്ടും കാര്യമില്ല എന്നാ പറയുന്നത്. അപ്പോ നമ്മൾ ഈ കണ്ടാമിനേഷൻസ് ഇന്ന് പുറത്ത് വന്നാൽ മാത്രമാണ് ഭഗവാന് ശരിക്കും ശരണം പ്രാപിക്കാൻ പറ്റുള്ളൂ. As long as the material contamination is not completely washed off, they are by nature non-devotees. അല്ലേ? വളരെ ക്ലിയർ ആണ്. As long as the material contamination is not completely washed off, they are by nature non-devotees. എന്താണ് ഈ മെറ്റീരിയൽ കണ്ടാമിനേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിഷ മാതാജി? കാമക്രോധ ലോപമോഹാദികള്. അതെ, അതായത് ചുരുക്കത്തില് നമ്മുടെ സെൻസസിനെ പരിപോഷിപ്പിക്കുക അല്ലെ, എങ്ങനെ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അതാണ്. അപ്പൊ അത് എപ്പോ മാറുന്നോ അപ്പോഴാണ് നമ്മളൊരു ശുദ്ധ ഭക്തനായിട്ട് തരുന്നത്. അതുവരെ നമ്മള് ഭക്തന്മാരുടെ മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് അല്ലെ, ഭക്തന്മാരാന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ, പക്ഷെ ശരിക്കും ഭക്തന്മാരല്ല. But even those who have material desires and who resort to the Supreme Lord are not so much attracted by external nature. Because of approaching the right goal, they soon become free from all material lust. അപ്പോൾ ഇത് നമുക്കൊരു ആശ്വാസം തരുന്നു. കാരണം ഈവൻ those who have material desires, നമുക്കൊക്കെ ഉണ്ട് ടു എ certain extent, varying degree. എല്ലാവർക്കും ഭൗതിക ഇച്ഛകൾ ഉണ്ടല്ലേ, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, ഓക്കെ, നമുക്ക് നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം, കുട്ടികൾ നന്നായി പഠിക്കണം, അവർ നല്ല പോഷണം, ഇതൊക്കെ ഒരു ഏകദേശം ഒരു മെറ്റീരിയൽ ഡിസൈൻസ് ആണ്. പക്ഷെ അതിലും നമ്മൾക്ക് ആത്മീയത കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നല്ല ജോലി കിട്ടുന്നത്, അങ്ങനെ ജോലി കിട്ടിയാൽ നമുക്ക് നല്ല നോളജ് കിട്ടിയാൽ നമുക്ക് ഡിവോഷൻ സർവീസ് കൂടുതൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ആ തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഡിവോട്ടീസ്. മറിച്ച് അതല്ല, എനിക്ക് നല്ല ശമ്പളം കിട്ടിയാൽ, എനിക്ക് നല്ല പദവി കിട്ടിയാൽ,
നല്ല എൻ്റെ ഫ്രണ്ട്സ് കാണുമ്പോൾ ഓ അവന് നല്ല ജോലിയുണ്ട് കണ്ടോ, അപ്പൊ നമുക്കൊരു സന്തോഷം. നമുക്ക് നല്ലത് കിട്ടുമ്പോൾ മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമുക്കൊരു സന്തോഷം. അത് മെറ്റീരിയൽ. നേരെ മറിച്ച് നമുക്ക് നല്ല പൈസ കിട്ടി, നല്ല ജോലി കിട്ടി, നല്ല ഫ്ലാറ്റ് കിട്ടി, ഇതെല്ലാം നമ്മൾ ഡിവോഷണൽ സർവീസിന് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ആ മനോഭാവമാണെങ്കിൽ അതൊരു ഡിവോഷണൽ ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, നമുക്ക് മെറ്റീരിയൽ അസറ്റ്സ് ആണെങ്കിലും ശരി, മെറ്റീരിയൽ ഫെസിലിറ്റീസ് ആണെങ്കിലും ശരി, അത് ഡിവോഷണൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ഡിവോഷണൽ ലൈനിൽ പെടുന്നു. അപ്പൊ ഈവൻ ദോ വി ആർ നോട്ട് പ്യുവർ ഡിവോട്ടീസ്, നമ്മൾ ആ ലൈനിലേക്ക് ആ ഇൻക്ലിനേഷൻ വരികയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതെന്നെല്ലാം മുക്തനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരും. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ബിക്കോസ് അപ്രോച്ചിങ് റൈറ്റ് ഗോൾ ദേ സൂൺ ബിക്കം ഫ്രീ. സൂൺ, വളരെ പെട്ടെന്ന് ഇതെന്നെല്ലാം വിമുക്തനായിട്ട് നമ്മൾ ആധ്യാത്മിക ജീവിതം നയിക്കാൻ വേണ്ടി തുടങ്ങുന്ന പറയുന്നു. ഇൻ ദ ശ്രീമദ് ഭാഗവതം ഇറ്റ് ഈസ് റെക്കമെൻഡഡ് that whether one is a pure devotee and is free from all material desires or is full of material desires as desires liberation from material contamination, he should in all cases surrender to Vasudeva and worship him, as stated in Bhagavatam. പല തവണയും പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമാണ് ഭാഗവതത്തിലെ. അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേന ഭക്തി യോഗേന യജത പുരുഷം പരം. അപ്പൊ നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ശരി, ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ശരി, മോക്ഷകാമങ്ങളുടെ ശരി, നമ്മളെ ആരെ പ്രാർത്ഥിക്കേണ്ടത്? തീവ്രേന ഭക്തി യോഗന, ഇന്റൻസ്ലി യജേത പുരുഷം പരം പുരുഷോത്തം ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, വിഷ്ണു എന്നാണ് പറയുന്നത്. സോ ലെസ് ഇന്റലിജന്റ് പീപ്പിൾ ഹു ഹാവ് ലോസ്റ്റ് ദെയർ സ്പിരിച്വൽ സെൻസ് ടേക്ക് ഷെൽട്ടർ ഓഫ് ഡെമിഗോഡ്സ് ഫോർ ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഡിസൈർസ്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും പനിയോ തലവേദനയോ വന്നു, നമ്മൾ എന്താ ഇമ്മീഡിയറ്റ്ലി ചെയ്യാം? ഡോക്ടർ അടുത്ത് പോവോ? ഇമ്മീഡിയറ്റ്ലി ഒരു പെനഡോളോ ആസ്പിരിൻ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഇതാക്കും. പിന്നെ അത് 2-3 പോവും, 2-3 ദിവസം വീണ്ടും വരും, വീണ്ടും അങ്ങനെ 3-4 തവണ ആവർത്തിക്കുമ്പോൾ ഇതിലെന്തോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഫിസിഷ്യനെ ചെന്ന് കൺസൾട്ട് ചെയ്യും അല്ലെ. അപ്പൊ അതേപോലെ ഡെമിഗോഡ്സിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞ ടെമ്പററി സൊല്യൂഷൻ ആണ്, പെർമനന്റ് സൊല്യൂഷൻ ഇല്ല. പെർമനന്റ് സൊല്യൂഷൻ തരാൻ പോകുന്ന ഫിസിഷ്യനാണ്. നമ്മുടെ ചെറിയ ചെറിയ ചപ്പടി വിദ്യകളൊക്കെ ചെയ്തിട്ട് നോക്കുകയാണ്, പക്ഷെ അത് നടക്കില്ല. ഭഗവാനാണ് ഫിസിഷ്യൻ. ആ ഫിസിഷ്യന്റെ അടുത്ത് പോയാൽ നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ തരും. അപ്പൊ അതാണ് പറയുന്നത് നമ്മള്. സോ വി ഷുഡ് ഗോ നോട്ട് ടു ദ ടെമ്പററി ട്രീറ്റ്മെന്റ്, വി ഷുഡ് ഗോ ടു ദ പെർമനന്റ് ട്രീറ്റ്മെന്റ്. റൂട്ട് കോസ് ഡയഗ്നൈസ് ചെയ്തിട്ട് അതിനുള്ള മരുന്ന് നമ്മൾ കഴിക്കണം. അത് ആരാ തരുന്നത്? ഭഗവാനാണ് തരുന്നത്. ജനറലി സച്ച് പീപ്പിൾ ഡു നോട്ട് ഗോ ടു ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇറ്റ് ബിക്കോസ് ദേ ആർ ഇൻ ദ ലോവർ മോഡ്സ് ഓഫ് നേച്ചർ. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവരുടെ കോൺഷ്യസ്നെസ് ലെവൽ, അവരുടെ അവബോധം ഒന്നല്ലെങ്കിൽ തമോ ഗുണത്തിലോ അല്ലെങ്കിൽ രജോ ഗുണത്തിലായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനെ അന്യദേവതമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. Ignorance, passion, and therefore worship various demigods. Following the rules and regulations of worship, they are satisfied. Worshippers of demigods are motivated by small desires and do not know how to reach the supreme goal, but a devotee of the Supreme Lord is not misguided. Just for example, വലിയൊരു ഷെയ്ഖിന്റെ അടുത്ത് പോവാണ്, ഓക്കെ, വലിയൊരു മുതലാളിയുടെ അടുത്ത് പോവാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കാം ഗിവ് മീ 1 dirham അല്ലെ? അത് എത്ര ഒരു ഇതാണ്. വലിയൊരു ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു 1 dirham ചോദിക്കുന്നത്, നമ്മൾ മില്യൺസ് ചോദിക്കണ്ടേ അല്ലെ? അതേപോലെ നമ്മളുടെ നമുക്ക് അതായത് ഏറ്റവും നമുക്ക് സ്പിരിച്വൽ ലിബറേഷൻ തരാൻ പറ്റുന്ന ആളുടെ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ അത് നെഗ്ലക്ട് ചെയ്ത് സില്ലി ചെറിയ മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 1 dirham ചോദിക്കുന്ന പോലെ ചെന്ന് ചോദിക്കുകയാണ്. നമുക്ക് സ്പിരിച്വൽ ലിബറേഷൻ തരാനുള്ള പ്രാപ്തിയുള്ള ആൾ ഇവിടെ ഉണ്ട്, ഭഗവാൻ പുരുഷോത്തം ഭഗവാൻ അല്ലേ? അത് നമ്മുടെ കയ്യിലുണ്ടപ്പോ അതിനെ വിട്ടിട്ട് വി ആർ ഗോയിങ് ആഫ്റ്റർ സം സില്ലി പെറ്റി തിങ്സ്. നമ്മുടെ ഉദ്ദേശം തന്നെ ഇവിടുന്ന് അതായത് ഗെറ്റ് റിലീഫ് ഫ്രം ദ ആങ്സൈറ്റീസ് ആൻഡ് മിസറീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ ലൈഫ്. അതാണ് നമ്മുടെ ആവശ്യം. അതിനെ മറന്നിട്ട് അതിനെ എന്തെങ്കിലും കവറപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി വി ആർ ആക്ടിങ് ആസ് ഫൂൾസ് എന്നാണ് പറയുന്നത്. So these the worshippers of demigods are motivated by small desires and do not know how to reach the supreme goal, but a devotee of the Supreme Lord is not misguided, because in Vedic literature there are recommendations for worshipping different gods for different purposes. Example, deceased man is recommended to worship the sun. Those who are not devotees of the Lord think that for certain purposes demigods are better than Supreme Lord. അപ്പോൾ വ്യാസദേവൻ ഇതെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് വേദങ്ങളിൽ. ഓക്കെ, പിന്നീടാണ് തന്റെ തെറ്റ് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും വൈകിപ്പോയി.
അതുകൊണ്ടാണ് വേദങ്ങളിൽ കൂടുതൽ കർമ്മകാണ്ഡ ആക്ടിവിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. വ്യാസദേവൻ അപ്പൊ നിങ്ങൾക്ക് എന്നെ പ്രശ്നമുണ്ടോ? എന്താ ഓക്കെ, പണമാണോ ഇന്നയാളെ വേഷിപ്പിക്കുക, ഓക്കെ, വേറെ വല്ലതുമാണോ ഇന്നയാളെ വേഷിപ്പിക്കുക, അങ്ങനെ ഓരോന്ന് എഴുതി പിടിച്ചിട്ട് ആൾക്കാർ അതിനെ പിടിച്ചു. ശരിക്കുള്ള തത്വം വന്നപ്പോഴേക്കും ലേറ്റ് ആയി. ഭാഗവതത്തിൽ തന്നു ഡിവോഷണൽ പ്യൂർ ഡിവോഷണൽ സർവീസ്, ഓക്കെ. അപ്പൊ അതിന് ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അപ്പൊ അതാണ് ഈവൻ നാരദമുനിയും കൂടി വ്യാസദേവനെ കണ്ടം ചെയ്തത്. യു ആർ ഡൺ എ ബ്ലണ്ടർ. അതിന് ഭാഗവതത്തിൽ തന്നെ ആ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു ഇത്. കാരണം നമ്മുടെ വേദം എന്ന് പറഞ്ഞാൽ തെറ്റല്ല, ദാറ്റ് ഈസ് ആൾസോ റൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ ദ പേഴ്സൺ ഹു വാണ്ട്സ് ലിബറേഷൻ ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ്. നമ്മളെല്ലാം ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ ജയിലിൽ നിന്ന് മുക്തനാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ട് ജയിൽ സൂപ്രണ്ടന്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈസ് ഫോളോയിങ് നൗ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രോപ്പർലി, നൗ ഹി ക്യാൻ ബി ലെറ്റ് ഔട്ട്. അതേപോലെ നമ്മൾ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ പെരുമാറുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് ആത്മീയ ലോകത്തിലേക്ക് പോകാനുള്ള ആ ഒരു പാസ്പോർട്ടും വിസയും നമുക്ക് ഭഗവാൻ തരും. സോ അങ്ങനെ ഓരോ ഭൗതിക ആഗ്രഹങ്ങൾക്കും അത് നിറവേറാൻ വേണ്ടിയിട്ട് ഓരോ പ്രത്യേക ദേവതമാരുണ്ട്, ദേവിമാരുണ്ട്. അവരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കത് സഫലീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു ശുദ്ധ ഭക്തൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അതല്ല, താൽക്കാലികമായിട്ടുള്ള ആഗ്രഹങ്ങളല്ല. But a pure devotee knows that the Supreme Lord Krishna is the master of all. In the Chaitanya Charitamrita, it is said, Ekale Ishvara Krishna Ara Sabha Bhritya. ഇന്നലെ പറഞ്ഞ പോലെ there is only one God, one Krishna. Ara Sabha Bhritya. ബാക്കി എല്ലാവരും ഭൃത്യാണ്. ഭൃത്യന്മാരെന്ന് വെച്ചാൽ servants. Okay. Only the Supreme Personality of Godhead, Krishna is master and all others are servants. Therefore, a pure devotee never goes to demigods for satisfaction of the material needs. He depends on the Supreme Lord and the pure devotee is satisfied with whatever he gives. അപ്പോ എന്താണ് നമ്മൾ അറിയിക്കുന്ന വെച്ചാൽ അത് ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തൃപ്തരാവുന്നു. നമുക്കറിയാം ഐ എം നോട്ട് ഡിസേർവിംഗ് അതർ തിങ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഇപ്പൊ ഓരോരുത്തരും ഓരോ പൊസിഷനിലാണ്, ഓരോരുത്തരും ഓരോ സാലറി ഉണ്ട്, അവർക്ക് അതിന്റെ പെർക്സോ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ പെർട്ടിക്കുലർ ഗ്രേഡിന് എനിക്കൊരു സാലറി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. എന്റെ മീതുള്ള ഒരാളുടെ അയാൾക്ക് എത്ര കിട്ടുന്നുണ്ട്, എനിക്ക് എത്ര കിട്ടുന്നില്ല എന്ന് എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ എന്താ അർഹിക്കുന്നു അത് ഭഗവാൻ അറിയാം. നമ്മളുടെ എന്താണ് യോഗ്യത അതനുസരിച്ചിട്ട് ഭഗവാൻ നമുക്ക് തരുന്നു. അപ്പൊ അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ അതിന് യോഗ്യത ഇല്ലാണ്ട് എനിക്ക് എങ്ങനെ കിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അന്യദേവതമാരെ നമ്മൾ ബ്രൈബ് ചെയ്യുന്ന പോലെയാണ്. We are in a way we are bribing the other demigods to get what we don't deserve. So എന്തെങ്കിലും പോയിന്റ്സ്, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ ഇതിന്? അങ്ങനെ പ്രഭുജി അങ്ങനെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ നമ്മള് ഭഗവാനെ, ഏത് ദൈവം ആയാലും നമ്മൾ അങ്ങനെ ആവശ്യത്തിന് വേണ്ടി മാത്രം സമീപിക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ സമീപിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഏത് ദൈവം ഒന്നേ ഉള്ളൂ, അത് നമുക്ക് അതാണ് സ്ക്രിപ്ചറിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ള ദേവതമാരെ ആൾക്കാർ സമീപിക്കുന്ന വെച്ചാൽ അവർക്ക് ചില ഭൗതിക ആഗ്രഹങ്ങളുണ്ട്. അതിനുവേണ്ടി അത് പെട്ടെന്ന് കാര്യം സാധിക്കും, അതിനു വേണ്ടിയിട്ട് അവര്. പക്ഷെ ഭഗവാന്റെ അടുത്ത് ചെന്നാൽ അത്ര പെട്ടെന്ന് കാര്യം സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവര് കുറച്ച് മടിക്കും അവിടെ പോവാൻ. അവിടെ നമുക്ക് എന്താണ് യോഗ്യത അത് മാത്രമേ കിട്ടുള്ളൂ. ഭഗവാന്റെ നമ്മൾ എന്താണ് അർഹിക്കുന്നത് അത് മാത്രമേ കിട്ടുള്ളൂ. നേരെ മറിച്ച് അങ്ങനെ അവിടെയല്ല. ഇപ്പൊ നമ്മള് ബ്രൈബ് ചെയ്യുന്ന പോലെ ഒരു ഗവൺമെന്റ് ഓഫീസറെ ബ്രൈബ് ചെയ്തിട്ട് കാര്യങ്ങൾ സഹായിക്കുന്നില്ലേ? ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് കെട്ടാണ്, ഇലക്ട്രിസിറ്റി കിട്ടണം. ഇലക്ട്രിസിറ്റി കിട്ടിയ നമ്മള് നോർമൽ ചാനലിൽ കൂടെ പോവാണ്, ആപ്ലിക്കേഷൻ ഒക്കെ ഫിൽ ചെയ്തിട്ട് അവർ പറയും ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറയും ഓഫീസർ വന്നില്ല, ഒരാഴ്ച കൂടി ചെല്ലും പറയാം. വീണ്ടും ചിലപ്പോൾ മറ്റേ ഓഫീസർ വന്നില്ല, മാനേജർ സൈൻ ചെയ്തില്ല. അങ്ങനെ 4 പ്രാവശ്യം നടക്കുമ്പോൾ പറയും ഇത് എന്തെങ്കിലും എന്തെങ്കിലും കൈക്കൂലി കൊടുക്കും. മനസ്സിലാക്കില്ലേ? അങ്ങനെ അത് മെറ്റീരിയൽ ഉദാഹരണം തരണം. അപ്പൊ നമ്മൾ വി ആർ ഫോഴ്സ്ഡ് ടു ഡു ഇൻ ദ മെറ്റീരിയൽ വേൾഡ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അന്യദേവതമാർക്ക് അവരെ പ്രീതിപ്പെടുത്തുക, അവരെ എങ്ങനെ യജ്ഞങ്ങൾ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ തന്നെ എല്ലാം എന്ന് പറഞ്ഞിട്ടും. അപ്പൊ അവർക്ക് ഈ അന്യദേവതമാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ സകാമ ഭക്തന്മാരാണ്. അവരെ ഭക്തന്മാരാണ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ഹോൾഡിംഗ് ഹൈ പൊസിഷൻ ഇൻ ദ യൂണിവേഴ്സൽ ഗവൺമെന്റ്.
ഈ യൂണിവേഴ്സിലെ ഒരു ഗവൺമെന്റ് ഇല്ലോ, ആ ഗവൺമെന്റിലെ ഹൈ പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവര് സകാമ ഭക്തന്മാരാണ്. അപ്പൊ അവർക്കുണ്ട് ആഗ്രഹങ്ങള്, ഭൗതിക ഇച്ഛകളുണ്ട്, അവർക്കുണ്ട് കുറച്ച് ചില ഈഗോയിസ്റ്റിക് പ്രോബ്ലം ഒക്കെ എമംഗ് ദംസെൽസ്. അപ്പൊ അവരെ നമ്മൾ പ്രീതിപ്പെടുത്തുമ്പോ നമുക്ക് അതിന്റെ ഫലം കിട്ടുന്നു. അവര് അതിന്റെ വരാൻ നോക്കില്ല. സാധാരണ മാതാജി പറഞ്ഞ എനിക്ക് മനസ്സിലായി. സാധാരണ നിലയിൽ നമ്മൾ പോകുന്നത് എന്താ പറയാ, അമ്പലത്തിൽ പോകുന്നത് എന്താ, അമ്പലത്തിൽ ആ ഭഗവാനെ വളരെ ഇഷ്ടം കൊണ്ടാണോ, അൺകണ്ടീഷണൽ ലവ് കൊണ്ടാണോ നമ്മൾ അവിടെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്? സാധാരണത്തെ കേസിൽ എക്സെപ്ഷൻസ് വിടും. മാതാജി, നിഷ മാതാജി, എന്തുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത്? ഭഗവാനെ അത്രയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണോ, അൺകണ്ടീഷണൽ ലവ് കൊണ്ടാണോ, അതോ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണോ? സാധാരണ കേസില് എന്താണ് മാതാജി? എന്താണ് ജനറലി അല്ല, അമ്പലത്തിൽ പോണം. പക്ഷെ എന്തിനാ അമ്പലത്തിൽ പോണം? എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. ഒന്നല്ലെങ്കിൽ മുക്തി, ഓക്കെ, അല്ലെങ്കിൽ ഈ പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഫ്രീ ആവണം. പല പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, പല പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല എന്താ പറയാ, കുട്ടികൾ ചിലപ്പോൾ നന്നായി പഠിക്കുന്നില്ല, ആ പ്രോബ്ലം ഉണ്ടായിരിക്കാം, പല നൈബേഴ്സിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിന്നൊക്കെ ഒരു മുക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും, നമ്മളീ മീതുള്ള ആൾക്കാരെ സമീപിക്കുന്നു അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. അല്ലാണ്ട് നമുക്ക് ഹി ഈസ് ദ സുപ്രീം ലോർഡ് ആൻഡ് വി ഹാവ് ടു ലവ് ഹിം, ദാറ്റ് ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, അങ്ങനത്തെ ഒരു കെയർ ഓഫിലാണോ നമ്മൾ പോകുന്നത്? സാധാരണ കേസിൽ, ഇൻ ജനറൽ ഐ എം ആസ്കിങ്, എന്തറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോണത്? ജിഷ മാതാജി, എന്താ മാതാജി? അതല്ല, ഞാനൊരു കാര്യം ചിന്തിച്ചത്, നമ്മളിപ്പോ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില അമ്പലങ്ങൾ പ്രവചിച്ചു, പ്രത്യേകിച്ച് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടില് നമ്മൾ എന്നും സ്ഥിരം പോയി പ്രാർത്ഥിച്ചിരുന്ന ചില അമ്പലങ്ങള്. അപ്പൊ നമുക്കത് ഒന്നും ആഗ്രഹിച്ചിട്ടായിരിക്കില്ലേ പ്രഭുജി? ജസ്റ്റ് ഇപ്പൊ നാട്ടിൽ ചെന്നു, ഇപ്പൊ അച്ഛനെയും അമ്മേനെയും കാണുന്ന അതേ ഒരു സന്തോഷത്തോടെ ആ ഭഗവാനെ ഒന്ന് പോയി കാണുക എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ പോയി തൊടാറുണ്ട്. സത്യം പറഞ്ഞ മനസ്സിലത് ഒന്നും ആഗ്രഹിച്ചിട്ടായിരിക്കില്ല. പക്ഷെ അത്രത്തോളം തീവ്രമായ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല പ്രഭുജി, അതൊരു ശീലാണ്. അപ്പൊ അവിടെ പോയി പിന്നെ നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി തൊഴുതിട്ടില്ലെങ്കിൽ ഈശ്വരാ കോപം ഉണ്ടാവുക, അങ്ങനെ ഒരു ആ ഒരു ഇത് വരുന്നുണ്ടാവും പ്രഭുജി. അത് ഒന്നുകൂടി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അത് അപ്പൊ നമ്മള് ചുരുക്കത്തില് ഒരു റിച്വല്, ഒരു റിച്വലായിട്ട് പോകുന്നു. അതായത് അച്ഛനും അമ്മയും പോകുന്നു, ഞാനും പോകുന്നു, അടുത്തുള്ള ആൾക്കാർ പോകുന്നു, ഞാനും പോകുന്നു. അപ്പൊ എന്തിനാണ് പോകുന്നത് ആർക്കും അറിയില്ല. പിന്നെ ചില ആൾക്കാർ, ഞാൻ പറഞ്ഞത്, നമ്മൾ നാല് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോവുക. ഔട്ട് ഓഫ് ഡ്യൂട്ടി. ഇപ്പം മാതാജി പറഞ്ഞ ഔട്ട് ഓഫ് ഡ്യൂട്ടി. കാരണം വെച്ചാൽ എല്ലാവരും പോകുന്നു, ഞാനും. അപ്പൊ എന്റെ ഒരു ഡ്യൂട്ടിയാണ് അവിടെ പോകുന്നത്. രാവിലെ ചെന്നാൽ അവിടെ തൊഴുകണം, വൈകുന്നേരം തൊഴുകണം, അച്ഛനും അമ്മയും കാണിച്ചു, ഞാൻ പോകുന്നു, ഔട്ട് ഓഫ് ഡ്യൂട്ടി. പിന്നെ രണ്ടാമത്തെ മാതാജി പറഞ്ഞ ഔട്ട് ഓഫ് ഫിയർ. ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് അത് സംഭവിക്കോ, ഇത് സംഭവിക്കോ, അത് കിട്ടില്ലേ, ഇത് കിട്ടില്ലേ, പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ ഔട്ട് ഓഫ് ഫിയർ. ഓക്കെ. എപ്പോഴും നമ്മള് അടുത്തുള്ള ദേവത നമുക്കൊന്ന് പോയി ദർശിച്ചാൽ ഉണ്ടാവുന്ന ആ ഒരു ദൈവത്തെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ലേ പ്രഭുജി? ഒന്നും ആഗ്രഹിക്കാതെ തന്നെ നമുക്കൊന്ന് നമസ്കരിച്ചിട്ട് വരുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ അതായത് അപ്പൊ മാതാജി പറഞ്ഞ നോട്ട് ടു ഗെറ്റ് പീസ് ഓഫ് മൈൻഡ് അല്ലേ? അതായത് അപ്പൊ അത് ആ കാറ്റഗറി ഔട്ട് ഓഫ് ഡിസയർ. ഓക്കെ, ഔട്ട് ഓഫ് ഡിസയർ. അപ്പൊ എത്രയായി? 3 സോ ഔട്ട് ഓഫ് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ഫിയർ, ഔട്ട് ഓഫ് ഡിസയർ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ശാന്തി സമാധാനം. അപ്പൊ എന്തായാലും ശാന്തി സമാധാനം പറഞ്ഞാൽ നമുക്ക് പുറം വേൾഡിലെ എന്തോ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ അവിടെ ചെന്നാൽ കുറച്ചു നേരം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശാന്തി സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റേ പുറം ലോകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട്, അതല്ലേ അതിന്റെ അർത്ഥം? ശാന്തി സമാധാനം അതല്ല പ്രഭുജി, നമ്മള് ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ നമസ്കരിച്ചിട്ട് വരുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉദ്ദേശിക്കുന്നു. അതന്നെ, ആ സന്തോഷം കിട്ടാം. അപ്പൊ അവിടെ സന്തോഷം കിട്ടും, ഇവിടെ വന്നാൽ സന്തോഷം ഇല്ലല്ല. അതുകൊണ്ട് ഇവിടെ സന്തോഷം ഇല്ലാത്തോണ്ടാണല്ലോ അവിടേക്ക് പോകുന്നത്. അതല്ല പ്രഭുജി, സന്തോഷം ഇവിടെ സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവിടെ പോകുന്നത് മാതാജി? അല്ല, ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില്
നമ്മുടെ നാട്ടില് ജനങ്ങൾ എന്താ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ദേ വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു ക്രിസ്ത്യൻസ് മുസ്ലിംസ് സം അതർ പീപ്പിൾ. അതൊക്കെ മനസ്സിലാക്കി. അതൊക്കെ ദാറ്റ്സ് ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയുന്നത് നമ്മൾ ഒരാളുടെ അടുത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ രവി പ്രഭുവിന്റെ അടുത്ത് വരാണ്. ഓക്കെ, വി ആർ ഫ്രണ്ട്സ്. എന്തിനാ ഞാൻ രവി പ്രഭുവിന്റെ അടുത്ത്? സോ വെൻ ഐ ഹാവ് ഹിസ് കമ്പനി, I like his company, I get some sort of happiness when I meet him, some satisfaction. Like-minded people, we gel each other, same chemistry, same wavelength. So ഞാൻ ഒരു ഇഷ്ടപ്പെടാത്ത ഒരാളുടെ അടുത്ത് ഞാൻ പോവില്ല, ശരിയല്ലേ? അപ്പോ so when like-minded people, when we meet, we have that happiness, we derive that happiness. അതേപോലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും മാതാജി പറഞ്ഞ പോലെ ഒരു ഹാപ്പിനെസ് വി ഡിറൈവ്, ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ ആ സന്തോഷം ഇവിടെ കിട്ടാത്തതുകൊണ്ടാണല്ലോ അവിടെ പോകുന്നത്. അപ്പൊ ആ സന്തോഷം നമുക്ക് ഇവിടെ വീട്ടിലും കിട്ടുന്നുണ്ടെങ്കിൽ why should we go? അപ്പോ ദാറ്റ് മീൻസ്, സോ അത് കാറ്റഗറൈസ് ഔട്ട് ഓഫ് ഡിസയർ ഫോർ വാട്ട് എവർ ഇറ്റ് ഈസ്, സന്തോഷമോ പീസ് ഓഫ് മൈൻഡോ അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റ് എന്ത് വേണമെങ്കിലും. അപ്പൊ ഔട്ട് ഓഫ് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ഫിയർ, ഔട്ട് ഓഫ് ഡിസയർ. ഇതിലും ഈ മൂന്നെണ്ണത്തിലും മീതെയാണ് വേറൊന്നുള്ളത്, ഔട്ട് ഓഫ് ലവ്. ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പൊ ഞാനും രവിപ്രഭു തന്നെ, രവിപ്രഭു മകന്റെ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചു. ഓക്കെ, ഞാൻ പോയി. ഓക്കെ, 2 മാസം കഴിഞ്ഞ് എന്റെ മകന്റെ ബർത്ത്ഡേ ഞാൻ രവിപ്രഭു വിളിച്ചു, രവിപ്രഭു വന്നു. പിന്നെ വീണ്ടും വിളിച്ചു, ഞാൻ പോയില്ല. അപ്പൊ രവിപ്രഭു, അയ്യോ ഞാൻ വിളിച്ചിട്ട് വന്നില്ല, ഞാൻ എന്തിനാ അടുത്ത പ്രാവശ്യം പോകണം? ഈ പ്രഭുവിന്റെ മകന്റെ ബർത്ത്ഡേ ഞാൻ എങ്ങനെ പോകുന്നത്? അവിടെ ഒരു ചെറിയൊരു ഫ്രിക്ഷൻ വന്നു ഇല്ലേ? നേരെ മറിച്ച് ഔട്ട് ഓഫ് ലവ് ആണെങ്കിൽ ഈ ഫ്രിക്ഷൻ വരില്ല. Whether he comes or not, I like him so much, I will attend in whatever condition. അതിൽ അവിടെ ഒരു കണ്ടീഷൻ അറ്റാച്ച്ഡ്, ഒരു സ്ട്രിങ് അറ്റാച്ച്ഡ് അല്ല. അതേപോലെ ഭഗവാനോടെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവാഭാവം നമുക്ക് വരും. ഭഗവാൻ തന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നു എന്നുള്ള ആ നിലപാടാവില്ല നമ്മൾ സ്വീകരിക്കുക. ഭഗവാൻ എന്ത് തന്നെ ചെയ്താലും നമുക്ക് നല്ലതാണ്. ഭഗവാൻ ഈസ് മൈ സുപ്രീം ലോർഡ്, ഈസ് മൈ സുപ്രീം ഫാദർ. അദ്ദേഹത്തിന് അറിയാം എനിക്ക് എന്താണ് നല്ലത്, അത് പ്രകാരം തന്നു തരും. അപ്പോ അങ്ങനെ നിസ്വാർത്ഥ സേവനം, ഒരു അകമഴിഞ്ഞ ഒരു സ്നേഹം നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്, അതാണ് ടോപ്പ് മോസ്റ്റ്, അതാണ് ഭക്തി എന്ന് പറയുന്നത്. അവിടെ കണ്ടീഷൻസ് ഇല്ല. എനിക്ക് ശാന്തിയും സമാധാനം കിട്ടിയാൽ മാത്രമേ ഞാൻ അവിടെ പോവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭൗതിക ആഗ്രഹങ്ങൾ സഫലീകരിച്ചാൽ മാത്രമേ ഞാൻ അവിടെ പോകുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വെക്കാണ്ട് അകമഴിഞ്ഞ സ്നേഹം അദ്ദേഹത്തിനോട് ഉണ്ടാവുമ്പോഴാണ് ദിസ് ഈസ് കോൾഡ് ലവ്, ദാറ്റ് ഈസ് പ്യുവർ ലവ്. അപ്പൊ അങ്ങനത്തെ ഒരു ഡെവലപ്പ് ചെയ്ത് വരണം നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി. അപ്പൊ എങ്ങനെ അറിയാൻ? നമ്മൾ അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്, അദ്ദേഹം ആരാണ്, നമ്മൾ ആരാണ്, അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് എന്താണ് മനസ്സിലാക്കുമ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിന് ഔട്ട് ഓഫ് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ഫിയർ, ഔട്ട് ഓഫ് ഡിസയർ നമ്മൾ അപ്രോച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഔട്ട് ഓഫ് ലവ്. അവിടെ കണ്ടീഷൻസ് പാടില്ല. ലവ് മീൻസ് നോ കണ്ടീഷൻസ്, കണ്ടീഷൻസ് മീൻസ് ലസ്റ്റ്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ശുദ്ധമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടീഷൻസ് ഇല്ല. ഇന്ന കാരണങ്ങൾ കൊണ്ട് മാത്രമേ അദ്ദേഹത്തിനെ സ്നേഹിക്കുള്ളൂ. അദ്ദേഹം എനിക്ക് നല്ലൊരു വീട് മേടിച്ചു തന്നാൽ ഞാൻ അദ്ദേഹം സ്നേഹിക്കും, അല്ലെങ്കിൽ നല്ലൊരു സാരി മേടിച്ചു തന്നാൽ സ്നേഹിക്കും. അത് കണ്ടീഷൻസ് ആണ്, അത് ലവ് അല്ല. ദാറ്റ് ഈസ് ലസ്റ്റ്. യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ സ്ക്രാച്ച് യുവർ ബാക്ക്. That's a business, that's a dealing. But love is not like that. Love is pure. No strings attached. ഒരു നിബന്ധനകളും ഇല്ലാത്ത ആ ഒരു മനോഭാവം, ആ ഒരു സ്നേഹമാണ് ഭഗവാന്റെ അടുത്ത് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ആ തലത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രജോഗുണത്തിലോ അല്ലെങ്കിൽ തമോ ഗുണത്തിലോ ഇരുന്നാൽ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു സത്വഗുണത്തിൽ വരണം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകലേ ഈശ്വര കൃഷ്ണ, കൃഷ്ണൻ മാത്രമേ ഈശ്വരനായിട്ടുള്ളൂ, ബാക്കി എല്ലാം ഭൃത്യന്മാരാണ്. അത് ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വയം എക്സ്പാൻഷൻസും അന്യ ദേവതമാരായാലും ശരി, നമ്മളായാലും ശരി, ആരായാലും നമ്മളെല്ലാം ഭൃത്യന്മാർ. നമ്മുടെ പൊസിഷൻ ഈസ് ഓൺലി പുരുഷ. അപ്പൊ അങ്ങനെ ആ തത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈശ്വരനെ അകമഴിഞ്ഞ് ഉള്ളുകൊണ്ട് ഒരു നിബന്ധനകളും ഇല്ലാണ്ട് സ്നേഹിക്കുമ്പോഴാണ് നമ്മളൊരു ശുദ്ധ ഭക്തി അല്ലെങ്കിൽ ഭക്തനാവുന്നത്. നിഷമാതാജി ക്ലിയർ ആണോ, അതോ സംശയം ഉണ്ടെപ്പോഴും?
ശരിക്കും ഒരു ഹൈ ഫിലോസഫി തന്നെയാണ് കേട്ടോ പ്രഭുജി. നമുക്കൊക്കെ നമ്മൾ വിചാരിക്കും മെറ്റീരിയൽ ജസ്റ്റ് ഇങ്ങനെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കാതെ നമ്മൾ ഭഗവാനെ പോയി തൊഴുത അതൊരു ബെസ്റ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അതിലും എത്രയോ ഹൈറ്റിലുള്ള കാര്യമാണ് പ്രഭുജി പറയുന്നത്. ശരിക്കും നമുക്ക് ആ ശാന്തി സമാധാനം അതും കൂടി ആഗ്രഹിക്കരുത്. ജസ്റ്റ് ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരു മൈൻഡ് ഒക്കെ വരണമെങ്കിൽ പ്രഭുജി അതൊരു അതാണ് ഈ ഗോപി ഭാവം എന്ന് പറയുന്നത്. ഗോപികുമാരുടെ എന്താണ് പ്രത്യേകത? എന്താണ് ഈ ഗോപികുമാരെ ഏറ്റവും ഉച്ചകോടിയിലുള്ള ഒരു ശുദ്ധ ഭക്തന്മാരായിട്ടോ ഭക്തകളായിട്ടോ നമ്മൾ കാണുന്നത്? അവരുടെ മനോഭാവം നമ്മുടെ മനോഭാവം ഒന്നാണോ? ഏതൊരു കണ്ടീഷനിലും അവര് ഭഗവാനെ സേവിക്കാൻ, ഭഗവാന്റെ പ്ലഷർ, ഭഗവാന്റെ സംതൃപ്തി അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അല്ലെങ്കിൽ സ്നേഹം. അപ്പൊ ആ തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞു, എല്ലാവരും അമ്പലത്തിൽ പോയി തൊഴുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, എടാ കൈകൂപ്പടാ. അപ്പൊ കൈകൂപ്പി. എന്തിനാണ് അറിയില്ല. എടാ നമുക്ക് എക്സാമല്ലേ വരുന്നത്, പോയി അമ്പലത്തിൽ പോടാ. പോയി. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഹനുമാന്റെ ഒരു എന്താ പറയുക 3 വട്ടോ 4 വട്ടോ 7 വട്ടോ കറങ്ങാൻ നമുക്ക് നല്ല മാർക്ക് കിട്ടും, നല്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹനുമാൻ കോവിൽ അല്ലെങ്കിൽ എന്നെ ദേവിയുടെ അടുത്ത് പോയാൽ മതി. അപ്പൊ ശരിക്കുള്ള ഒരു ശിക്ഷണം നമുക്ക് കിട്ടുന്നില്ല. എന്തിനാണ് പ്രാർത്ഥിക്കുന്നതാണ്, ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിന്റെ തത്വം എന്താണ് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കാഷ്വൽ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ തത്വം അപ്പൊ നമ്മളെന്താ, ഈവൻ നമ്മൾ വായിക്കുമ്പോഴും ഒരു സൂപ്പർഫിഷ്യലി ഒരു സർഫേസ് കൂടെ നമ്മൾ തൊടുന്നുള്ളൂ, അല്ല. വി ആർ നോട്ട് ഡൈവിങ് ഡീപ്പ്. അപ്പൊ അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ അതിന്റെ ശരിക്കുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റത് ജസ്റ്റ് വായിച്ചു പോകുന്നു, പിന്നെ വിചാരിക്കുന്നു ഞാൻ എന്ത് മനസ്സിലാക്കി അത് ശരി, മറ്റുള്ളവരെന്ത് പറയുന്നു അത് തെറ്റ്. അങ്ങനത്തെ അതായത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് ചില ആൾക്കാർ കാണിച്ചാൽ. നാരോ മൈൻഡഡ് വ്യൂ, ബ്രോഡ് മൈൻഡഡ് അല്ല. വല്ലവരിപ്പോ എന്നെക്കാട്ടിലും കൂടുതൽ ഒരാള് അറിവുണ്ട്, അയാൾ പറയുന്നത് ഞാൻ കേൾക്കണ്ടേ? അതാണല്ലോ സാമാന്യ ബുദ്ധി. അല്ല ഞാൻ പിടിച്ച മുയലിന് 4 ചെവി എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവില്ലല്ലോ. ഒരുപാട് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അവരുടെ ബുദ്ധിയും അവരുടെ കഴിവുകളും കാര്യങ്ങളും. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ ഇപ്പൊ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റി മാത്രമല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മെഡിസിൻ, ഫോർ എക്സാമ്പിൾ പ്രഭുജി മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് മെഡിക്കൽ ഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് എന്തെങ്കിലും അറിയണ്ടെങ്കിൽ പ്രഭുവിനെ ചോദിച്ചാൽ പ്രഭുജി എന്നെ കാരണമുണ്ട്, ഇപ്പൊ എന്താണ് ഇതിൻ്റെ? അപ്പൊ പ്രഭുജി അറിയണം. സോ ഐ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. അതേപോലെ ഏത് ഫീൽഡായാലും ആർക്ക് കൂടുതൽ അറിവുണ്ടോ അപ്പൊ അവരിൽ നിന്ന് നമ്മൾ ശിക്ഷണം മേടിക്കണം. അപ്പൊ എസ്പെഷ്യലി സ്പിരിച്വാലിറ്റി ഇസ് എ വാസ്റ്റ് സബ്ജക്ട്. നമ്മളുടെ ഭൗതിക ലോകത്തിലുള്ള ആ ഒരു എന്താ പറയാ ഇതല്ല, അറിവല്ല. അതിനെ ആക്ച്വലി പറയുന്ന അവിദ്യ എന്നാ പറയുന്നത്. പക്ഷെ ഇത് ഇത് എത്ര കൂടുതൽ വായിക്കുന്നു അത്രയും കൂടുതൽ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എത്ര കൂടുതൽ വായിക്കുന്നു വീണ്ടും അത്രയും നമ്മൾ മനസ്സിലാക്കാൻ ബാക്കിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് സ്പിരിച്വാലിറ്റി. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഹരേ കൃഷ്ണ. മറ്റു ഡിവോട്ടീസിന് വല്ലതും ഷെയർ ചെയ്യാണ്ടോ? സുജയ് പ്രഭു, ദീപ്തി മാതാജി, രാധാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. Anything to share? Or is it clear? Clear, Prabhuji. Thank you. Okay, Nisha Mataji, Jisha Mataji, Devi Prabhu, it's okay? Okay, Prabhu, clear. Clear, Prabhuji. Yo yo yam yam tanum bhakta shraddhayarchidumucchadi tasya chalam shraddham tam eva vidadhamyaham. Okay, Jisha Mataji. Hare Krishna Prabhuji. Hare Krishna. यो यो यां तनुं भक्ता श्रद्धयार्चितुमिच्छति तस्य तस्याचलं श्रद्धां तामेव विदधाम्यहम्. Translation കൂടി വായിച്ചോളൂ. I am in everyone's heart as the super soul. As soon as one desires to worship some demigod, I make his faith steady so that he can devote himself to that particular deity. ഉണ്ടോ? എത്ര ആ ഭഗവാന്റെ അടുത്ത് നോക്കി നോക്കൂ. അവിടെ ഒരു യാതൊരു ഞാൻ തന്നെ വലുവൻ, എന്റെ അടുത്ത് തന്നെ വരണം ഒരു ഇതുമില്ല, ഒരു ധാഷ്ട്യമില്ല. അങ്ങനെ അല്ലെ? നിങ്ങൾക്ക് അദ്ദേഹത്തിന് അവരാണ് പ്രാർത്ഥിച്ചോളൂ, നോ പ്രോബ്ലം. എന്താണ്? So I am in everyone's heart as a super soul. As soon as one decides to worship some demigod, I make his face steady so that he can devote himself to that particular deity. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ അതില് കേന്ദ്രീകരിച്ചു കൊടുക്കുന്നതും ഭഗവാനാണ്.
അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ദേവി ദേവതയുടെ ആരാധന ഉണ്ടെങ്കിൽ, വേർഷിപ്പ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മളുടെ മനസ്സിനെ ഫിക്സ് ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ്. കാണിച്ചാൽ അവര് ആ ഗുണത്തിലാണ്, അതാണ് ആഗ്രഹിച്ചത്. സോ ബീറ്റ്. അല്ലാണ്ട് ഭഗവാന്റെ സാങ്ഷനിലുള്ള കാര്യം നടക്കില്ലല്ലോ. അതുകൊണ്ട് കാരണം എന്താണ്? നമ്മളുടെ ഇച്ഛ. അതാണ് നമുക്ക് ഒരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അതിൽ ഭഗവാൻ കൈ കടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു റോബോട്ട് ആവില്ലേ? റിമോട്ട് കൺട്രോൾഡ് ഭഗവാന്റെ കയ്യിലാണ് റിമോട്ട് കൺട്രോള്. ഓക്കെ, അങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, മറ്റത് ചെയ്യേ, മറ്റു ചെയ്യേ. റിമോട്ട് ഈസ് ഇൻ മൈ ഹാൻഡ്. നോ, റിമോട്ട് നമ്മുടെ കയ്യിലാണ്, ഭഗവാൻ എടുത്തിട്ടില്ല. ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് ശരി, ഏത് തെറ്റ്, ഏത് നല്ലത്, ഏത് ചീത്ത, ഏത് ഉത്തമം, ഏത് അധമം, ഏത് മധ്യമം, ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നല്ലത് സ്വീകരിക്കേണ്ടത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് അന്യദേവതമാരെ എന്തെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതും ഭഗവാൻ തന്നെയാണ് സാങ്ഷൻ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. So God has given independence to everyone. Therefore, if a person decides to have material enjoyment and wants very sincerely to have such facilities from the material demigods, and the material demigods പറയാൻ കാരണം എന്താണ് ഇവിടെ മെറ്റീരിയൽ ഡെമിഗോഡ്സ്? അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ പ്രഭുജി? ഡെമിഗോഡ്സ് അല്ല, എന്താ ഈ മെറ്റീരിയൽ എന്നുള്ള വേർഡിന്റെ പ്രാധാന്യം ഇവിടെ? അവരൊന്നും വിഷ്ണു തത്വാസ് അല്ല. മനസ്സിലാക്കില്ലേ? ഭഗവാന്റെ എക്സ്പാൻഷൻസോ ഭഗവാന്റെ അവതാരങ്ങളോ അല്ല, എംപവേർഡ് റെപ്രസെന്റേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിലെ ഒരു ഓണർ ഉണ്ട്. ഓക്കെ, ഓണറിന്റെ മകന്റെ, ഓണറിന്റെ എന്താ പറയാ ബ്രദർ ഉണ്ട്. അവരൊക്കെ സെയിം ഫാമിലി പെട്ടവരാ, അവരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓൺ ബൈ. പക്ഷെ അതേപോലെയാണോ എംപ്ലോയീസ്? എംപ്ലോയീസ് പെയ്ഡ് എംപ്ലോയീസ് ആണ്. അവര് ചിലപ്പോ ജനറൽ മാനേജർ ആയിരിക്കാം, മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല നല്ല ഹൈ പൊസിഷനിലായിരിക്കാം. അവര് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് പറഞ്ഞു വയ്ക്കാം കമ്പനിയിൽ നിന്ന്, വേറൊരു മാനേജിംഗ് ഡയറക്ടർ കൊടുന്ന് വെക്കാം. അതേപോലെ ഇവിടെ മെറ്റീരിയൽ വേൾഡ് ഭരിക്കാൻ, ഈ യൂണിവേഴ്സൽ അഫയേഴ്സിന് ഭരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ലിവിങ് ബീങ്സ് ആണ്, നമ്മളെ പോലെ. പക്ഷെ നമ്മളെ പോലെ എന്ന് വെച്ചാൽ ദേ ആർ ഓൺ എ ഹൈലി എലിവേറ്റഡ് പൊസിഷൻ, ഹൈലി എലിവേറ്റഡ് പൊസിഷനിലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രവി പ്രഭുവിനെ പറയാം. രവി പ്രഭുവിന്റെ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവൽ വരെ എന്താ ഗ്രേഡേഷൻസ് അല്ലെ? അപ്പൊ ഈ ലോവർ കാഡറിലുള്ള ഒരു എംപ്ലോയിയും ടോപ്പ് ലെവലിലുള്ള സിഇഒ നമുക്ക് ഒരേപോലെ കാണാൻ പറ്റില്ല അല്ലെ? ആ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരെ ദേ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ്. പക്ഷെ അവരുടെ മീതെ ഒരാളുണ്ട് അണ്ടർ ഹൂം ദേ ആർ വർക്കിംഗ് അല്ലെ? അതേപോലെ ഈ യൂണിവേഴ്സൽ അഫയേഴ്സ് നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്ന യോഗ്യതയുള്ള ഹൈലി എലിവേറ്റഡ് ഇൻഡിവിജ്വൽ ലിവിങ് ബീങ്സ്, അവരെ നിങ്ങൾക്ക് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണക്കാക്കാൻ കാണിച്ചാൽ 400,000 സ്പീഷീസ് ഓഫ് ഹ്യൂമൻ ലൈഫിൽ ഈ ഡെമിഗോഡ്സും വരുന്നുണ്ട്. കിന്നറാസ്, ചാനറാസ്, ഗന്ധർവാസ്, ഇവരൊക്കെ വരുന്നുണ്ട് ഈ 400,000. അപ്പൊ അതുകൊണ്ടാണ് അവർ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണക്കുന്നത്. ദേ ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ ലൈക്ക് us. They are an exalted person who has some responsibilities to manage this. അതുകൊണ്ടാണ് മെറ്റീരിയൽ ഡെമിഗോഡ്സ്. ദേ ആർ നോട്ട് സ്പിരിച്വൽ. അവരും ഇതേപോലെ ഉപാസന ചെയ്തിട്ട് ശുദ്ധ ഭക്തന്മാരായി തീർന്നാൽ അവർ ഇതേപോലെ സ്പിരിച്വൽ ബോർഡിൽ പോവാം. അപ്പോ സാധാരണ ഇങ്ങനെ ഈ മെറ്റീരിയൽ വേൾഡിലുള്ള ഏറ്റവും ഉന്നത നിലയിലുള്ള യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ഈ പോസ്റ്റിൽ വെക്കും. അങ്ങനെ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രഹ്മാവിന്റെ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ സൂര്യ ഭഗവാന്റെ പോസ്റ്റിന് ഉതകുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഭഗവാൻ സ്വയം ഏറ്റെടുക്കും ആ പോർട്ട്ഫോളിയോ. ഭഗവാൻ സ്വയം ഏറ്റെടുക്കും. അതുകൊണ്ടാണ് സൂര്യനാരായണൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സംടൈംസ് ഹി ടേക്സ് ദാറ്റ് പൊസിഷൻ ഹിംസെൽഫ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മെറ്റീരിയൽ ഡെമിഗോഡ്സ് പറയുന്നത്. They are not Vishnu Tattva. Okay? So the Supreme Lord as super soul in everyone's heart
understand and gives facilities to such persons. അപ്പൊ അവരെ പ്രാർത്ഥിക്കാനും അവരെ പ്രാർത്ഥിച്ചിട്ട് അവരെന്താണ് ആഗ്രഹം അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഫിക്സ് ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ്. As the supreme father of all living entities, he does not interfere with their independence but gives all facilities so that they can fulfill their material desires. അപ്പൊ അവര് അതായത് അദ്ദേഹം നമ്മളുടെ ഈ പേഴ്സണൽ നമുക്ക് തന്ന കുറച്ച് ഫ്രീഡം ഇല്ലേ അതിൽ അവർ ഇന്റർഫിയർ ചെയ്യില്ല എന്ന് പറയുന്നത്. Some may ask why the all-powerful God gives facilities to the living entities for enjoying this material world and so lets them fall into the trap of illusion. അപ്പൊ എന്തിനാണ് ഭഗവാൻ നമുക്ക് ഈ ഫ്രീഡം ഈ സ്വാതന്ത്ര്യം തരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ മായയുടെ കീഴിൽ നമ്മൾ വരുത്തുന്നത്? The answer is that if the Supreme Lord as Super Soul does not give such facilities, then there is no meaning to independence. അപ്പൊ അതിന് യാതൊരു വില ഉണ്ടാവില്ല ഈ ഇൻഡിപെൻഡൻസ് പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്. അപ്പൊ ഫ്രീഡം തന്നാലേ നമുക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നമ്മുടെ ഇൻഡിപെൻഡൻസ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ് ആൻഡ് എവരിതിങ്. സോ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സെർട്ടൻ റെൽം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പശുവിനെ കയറുകൊണ്ട് കെട്ടി ഇട്ടിട്ടുണ്ട് ഒരു മരത്തില്. അപ്പൊ അതിന്റെ ഇൻഡിപെൻഡൻസ് എന്താ? ആ കയറിന്റെ നീളം, ആ കയറിന്റെ നീളം എത്രയുണ്ടോ അത്രയും സ്ഥലത്ത് അതിന് പോവാം, അതിന് അപ്പുറത്ത് അതിന് പോകാൻ പറ്റില്ല. അതിന്റെ ഇൻഡിപെൻഡൻസ് അത്രേ ഉള്ളൂ. അതേപോലെ നമുക്കും ചില ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാം ഇൻഡിപെൻഡന്റ് ആണ് ഇവിടെ, പക്ഷെ നമുക്ക് എന്തും എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഈ കൺട്രിയിൽ മെറ്റീരിയലി ഞാൻ സ്പീക്കിംഗ് പറ്റില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഫോളോ ചെയ്യണ്ടേ? We can go free outside, we can go to any shopping mall, we can do anything, but we cannot do whimsically anything. We have to follow certain rules and regulations. So therefore he gives everyone full independence whatever one likes, but his ultimate instruction we find in the Bhagavad Gita: one should give up all other engagements and fully surrender unto him. That will make him happy. adana Bhagwan ഭഗവത് ഗീതയിലെ കൺക്ലൂഡിംഗ് ചാപ്റ്ററിൽ പറയുന്ന സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എന്നെ ശരണം പ്രാപിച്ചാൽ നിങ്ങളുടെ എല്ലാ ആങ്സൈറ്റീസ് നിന്നും എല്ലാ പ്രോബ്ലംസ് നിന്നും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും ഞാൻ വിമുക്തനാക്കാം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് ഒരു കാഷ്വൽ ആയിട്ട് എടുക്കും ഇൻസ്ട്രക്ഷനെ. പക്ഷെ അതിന്റെ ഇൻഡെപ്ത് മീനിങ് എന്താണ് നമ്മൾ ആലോചിച്ചാൽ വളരെ വളരെ അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല അത്. സോ ബോത്ത് ദ ലിവിംഗ് എനർജി ആൻഡ് ദ ഡെമിഗോഡ്സ് ആർ സബോർഡിനേറ്റ് ടു ദ വിൽ ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ വളരെ ക്ലിയർ ആണ്. നമ്മൾ ബോത്ത് ദ ലിവിംഗ് എനർജി ആൻഡ് ദ ഡെമിഗോഡ്സ് ആർ സബോർഡിനേറ്റ്, ഭഗവാന്റെ കീഴിലാണ് അവരെല്ലാവരും. Therefore the living entity cannot worship the demigod by his own desire. നമ്മൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാനെ സാങ്ഷൻ ചെയ്യാണ്ട് നമുക്ക് ആരും പ്രാർത്ഥിക്കാൻ പറ്റില്ല. Nor can the demigod bestow any benediction without the supreme will. ഈവൻ അന്യദേവതമാർക്ക് എന്തെങ്കിലും സാങ്ഷൻ ചെയ്യുന്നെങ്കിൽ അതും ഭഗവാന്റെ ആ അപ്രൂവൽ വേണം. ജസ്റ്റ് ലൈക്ക് ഒരു കമ്പനിയിൽ ഒരു മാനേജർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സർട്ടൻ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. വിത്തിൻ ദാറ്റ് അതോറിറ്റി ദേ ക്യാൻ സാങ്ഷൻ. അല്ലെ, അതിലും ബിയോണ്ട് ദാറ്റ് അതോറിറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ then they have to get permission from his boss. അതേപോലെ ഇവിടെയും തന്നെ അപ്പോ ഓരോ അന്യദേവതമാർക്കും ഒരു certain authority ഉണ്ട്. Within their authority they are sanctioning. Beyond that അതും ഭഗവാന്റെ സാങ്ഷൻ കൊടുക്കും. So as it is said, not a blade of grass moves without the will of the supreme personality of Godhead. അത് നമ്മളൊരു സെയിങ് ആണല്ലേ, ഒരു ചെറിയൊരു എലിം കൂടി അനങ്ങില്ല ഭഗവാന്റെ സമ്മതമില്ലാതെ, നമ്മൾ പറയുന്നില്ലേ. So generally persons who are distressed in the material world go to the demigods as they are advised in the Vedic literature. അപ്പൊ നമ്മൾ കണ്ടിട്ട് 4 തരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാന്റെ അടുത്ത്. അതിലത്തെ അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത്? നിഷമാതാജിയുടെ ആൻസർ, ക്വസ്റ്റിന്റെ ആൻസർ സാധാരണ അപ്പൊ നിഷമാതാജി അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇൻ ജനറൽ ഒരു ജനറിക് വേർഷൻ ആണ്. സാധാരണ നമ്മൾ പോകുന്നത് ഭഗവാനോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടല്ല പോകുന്നത്. സാധാരണത്തെ ആൾക്കാർ എല്ലാവരും പോകുന്നത് എന്തെങ്കിലും നമുക്ക് പ്രശ്നം വരുമ്പോ. ഒന്നാമത് ഈ 4 തരത്തിലുള്ള ആൾക്കാരെ പറഞ്ഞു. ആരൊക്കെ 4 തരത്തിലുള്ള ആൾക്കാർ? നിഷമാതാജി 4 തരത്തിലുള്ള ആൾക്കാര് ഭഗവാനെ സമീപിക്കുന്നു പറഞ്ഞിട്ട്. ആരൊക്കെയാണത്?
highly pure devotees. distress people. അതന്നെ. ഓക്കെ. അർത്ഥോ, അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു. ചതുർവിധ ഭജന്തേ മാം. അത് ഡിസ്ട്രസ്ഡ് ആൻഡ് ദോസ് ഹു വാണ്ട് മണി, വൈസ് ആൻഡ് ഇൻക്വിസിറ്റീവ്. ഈ നാലത്. അപ്പൊ അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? എ പേഴ്സൺ വാണ്ടിങ് സം പെർട്ടിക്കുലർ thing may worship such and such a demigod. For example, a diseased person, either health issue alkare, asul alkare, is recommended to worship a sun god. Person wanting education may worship the goddess of learning Saraswati, and a person wanting beautiful wife may worship the goddess Uma, wife of Lord Shiva. In this way, there are recommendations in the Shastra, Vedic scriptures, for different modes of worship of different demigods. Appo idellam shastric injunctions aanu. ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും ഇച്ഛയുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ, അത് സബലീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന വിധികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് ഭൗതിക ആഗ്രഹങ്ങൾ കിട്ടുന്നവരുണ്ട്. ബട്ട് ആൻഡ് ബിക്കോസ് എ പെർട്ടിക്കുലർ ലിവിംഗ് എൻറ്റിറ്റി വാണ്ട്സ് ടു എൻജോയ് പെർട്ടിക്കുലർ മെറ്റീരിയൽ ഫെസിലിറ്റി, ലോർഡ് ഇൻസ്പയർസ് ഹിം വിത്ത് എ സ്ട്രോങ് ഡിസയർ ടു അച്ചീവ് ദാറ്റ് ബെനഡിക്ഷൻ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഡെമിഗോഡ്, ആൻഡ് സോ ഹി സക്സസ്ഫുള്ളി റിസീവ് ദ ബെനഡിക്ഷൻ. അങ്ങനെ നമുക്ക് വരുന്ന ആഗ്രഹങ്ങളും ഭഗവാൻ ഇൻസ്പയർ ചെയ്യുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഓക്കെ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം. ഓക്കെ, അപ്പൊ ഒരു ജോലി കിട്ടണമെങ്കിൽ അപ്പൊ ഭഗവാൻ തന്നെ, നമുക്ക് ഭഗവാനോട് തോന്നില്ല, ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇൻസ്പയർ ചെയ്യും. ഓക്കെ, ഇഫ് യു വാണ്ട് ഗെറ്റ്, സോ ദിസ് ഈസ് ദാറ്റ്, യു ഗോ ടു ദ സൺ ഗോഡ് ഓർ മൂൺ ഗോഡ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ആൻഡ് ഗെറ്റ് ദാറ്റ് ഡൺ. അപ്പൊ ഈവൻ ഭഗവാനാണ് ആ ഇൻസ്പിറേഷനും കൂടി ഉള്ളിൽ ഇരുന്നുകൊണ്ട് തരുന്നത്. So the particular mode of the devotional attitude of the living entity toward a particular type of demigod is also arranged by the Supreme Lord. Demigods cannot infuse the living entities with such an affinity, but because he is the Supreme Lord or Super Soul who is present in the hearts of all living entities. Demigods അന്യ ദേവതമാരെ നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. You come and pray me, I will give. ഇതിന്റെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് ഭഗവാനാണ്. നമ്മുടെ പരമാത്മാവ്, ഉള്ളിലിരിക്കുന്ന പരമാത്മാവാണ് ഇൻസ്പിറേഷൻ കൊടുക്കുന്നത്. The demigod, or who is present in all hearts of living entities. Krishna gives impetus to man to worship certain demigods. So he what you call, provokes the desire in the human being to go to a particular demigod for fulfilling our material desires. The demigods are actually different parts of the universal body of the Supreme Lord. Therefore, they have no independence. Okay, അവര് നമ്മളെ പോലെ പാർട്ട് ആൻഡ് പാർസലാണ്, പക്ഷെ അവര് നമ്മളെക്കാളും ഉയർന്ന നിലയിലാണെന്ന് മാത്രം. In the Vedic literature, it is stated, Supreme Personality of Godhead is, as Super Soul, is also present within the heart of the demigod. Therefore, he arranges through the demigod to fulfill the desire of the living entity. But both the demigod and the living entity are dependent on the Supreme Will. They are not independent. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മളെ പോലെ തന്നെ അവരും ഇൻഡിപെൻഡന്റ് അല്ല. They are dependent on the mercy of the Supreme Lord. അതാണ് മനസ്സിലാക്കേണ്ടത്. Okay. So then, any points? പ്രഭുജി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരാളെ ആശ്രയിക്കുമ്പോ ആ നമ്മൾ ആരെയാണോ ആശ്രയിക്കുന്നത് അവര് വേറൊരാളെ ആശ്രയിക്കുന്ന ആളാണെങ്കിൽ എന്തിനു നമ്മൾ അവരെ ആശ്രയിക്കണം? ഡയറക്റ്റ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവരെ ആശ്രയിച്ചാ പോരേന്ന്. വളഞ്ഞെന്തിനു മൂക്ക് പിടിക്കണം എന്ന് പറയണ പോലെ. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ഒരാളുണ്ടായിരുന്നു. ഇപ്പോ ഒരു പോലീസ് കോൺസ്റ്റബിൾ വരും. അപ്പൊ ഇദ്ദേഹത്തിന് അധികം വിവരമൊന്നുമില്ല, ഒരു ഗ്രാമത്തില്. അപ്പൊ പോലീസ് കോൺസ്റ്റബിളിനെ വരുമ്പോ എല്ലാവരും അദ്ദേഹത്തിന് സല്യൂട്ട് അടിക്കും, നമസ്കാരം പറയും. അപ്പൊ ഇയാളും തുടങ്ങിയാണ്. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബോസ് വന്നു. അദ്ദേഹത്തിന്റെ ബോസ് വന്നപ്പോ അയാൾക്ക് സല്യൂട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ ആള് വിചാരിച്ചു, ഇപ്പൊ ഇയാളെക്കാളും വലുതാണ് ആള് അല്ലെ. അപ്പൊ അയാൾ ഇപ്പൊ ഇയാളെ ചെയ്തിട്ട് കാര്യമില്ല, ഇനി അയാൾക്ക് നമസ്കാരം ചെയ്യാം. അപ്പൊ അയാളെ നമസ്കാരം. പിന്നെ വേറെ ദിവസം ഒരു കളക്ടർ വന്നു അവിടുന്ന്. കളക്ടർ വന്നപ്പോ ഈ വലിയ പോലീസ് ഉദ്യോഗസ്ഥനും കളക്ടർക്ക് നമസ്കാരം പ്രണാം ചെയ്യുന്നത്. അപ്പൊ ഇയാളെക്കാളും വലുതാണ് കളക്ടർ. ഇപ്പൊ രണ്ടുപേരും തഴഞ്ഞു. അപ്പൊ ഇയാളെ നമസ്കരിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവിടുത്തെ രാജാവ് വന്നു. രാജാവ് വന്നപ്പോ കളക്ടറും കൂട്ടിയിട്ട് അദ്ദേഹത്തിന് നമസ്കരിക്കുന്നു.
അപ്പൊ ഇയാൾ വിചാരിച്ചു ഓക്കെ ഇപ്പൊ ഇതിലും മീത ആളുണ്ടോ. എന്നിട്ട് അപ്പൊ പിന്നെ വേറെ സമയത്ത് കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥനും എല്ലാം കൂടിയിട്ട് അമ്പലത്തിലെ വിഗ്രഹത്തിനെ ആരാധിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മീതയാണോ? അപ്പൊ ചുരുക്കത്തില് എല്ലാവർക്കും ഒരേ ബോസ് ഉണ്ട്, പക്ഷെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡിന് ഒരു ബോസ് ഇല്ല. അപ്പൊ നമ്മള് വെൻ വി നോ, മാതാജി പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ അറിയുമ്പോ അപ്പൊ ആരെയാണ് ആക്ച്വലി സറണ്ടർ ചെയ്യേണ്ടത് നമുക്ക് ശാസ്ത്രത്തിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മള് വിംസിക്കലി അവിടുന്ന് ഇവിടുന്ന് പലതും കേട്ടുകൊണ്ട് നമ്മൾ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് ശരി ഇതാണ് ശരി. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്ര ചക്ഷു, ശാസ്ത്രത്തിൽ കൂടെ നമ്മൾ കാണണം. ഇല്ലാണ്ട് നമുക്ക് കണ്ടാൽ we may be misdirected, misguided. And then Nisha Mataji, anything to contribute? Devi Prabhu? Okay. Other devotees, Dipti Madhi Mataji, Sujay Prabhu, Radha Mataji. Hari Bol. Hari Bol, Prabhuji. Clear? Clear. No doubt. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി പറയൂ. കുറെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് പ്രഭു, മുഴുവനായിട്ടില്ല എന്നാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു ശ്ലോകം കൂടി എടുക്കാം. സത്തയാ ശ്രദ്ധയാ യുക്തസ് തസ്യാരാധനം ഈഹത്തെ ലഭത്തെ ച തഥാ കാമാൻ മയൈവാവിതാൻ ഹിതാൻ. രൂപേശ്വരി മാതാജി. Hare Krishna, Prabhuji. ഹരേ കൃഷ്ണ. Sataya Shraddhaya Yukta Tasyaradhan Mihate Labhate Cha Tata Kaman Mayaiva Vihitan Hitan. Prabhu, translation. Endowed with such a faith, he endeavors to worship a particular demigod and obtains his desires, but in actuality, these benefits are bestowed by me alone. നല്ല ശ്ലോക പ്രഭു. എത്ര വളരെ ക്ലിയർ ആണ് അല്ലേ? നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് സാലറി തരുന്ന എന്റെ മാനേജറാണ്. ഞാൻ വിചാരിക്കുന്നത് മാനേജർ ഈസ് ഓൾ ഇൻ ഓൾ അല്ലേ? പക്ഷെ അദ്ദേഹത്തിന് സാങ്ഷൻ കൊടുക്കുന്ന ആരാണെന്ന് എനിക്ക് അറിയുന്നില്ല. ഓണർ ഓഫ് ദ കമ്പനിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്, ഇദ്ദേഹമല്ല ഫൈനൽ അതോറിറ്റി. ഫൈനൽ അതോറിറ്റി ഇസ് ഓണർ. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് ഭൗതിക ഇച്ഛകളുടെ ഓരോ കാര്യങ്ങളും സഫലീകരിച്ച് കരിച്ചു തരുന്ന ആ അന്യദേവതമാരെ ഇൻഡിപെൻഡന്റ് അല്ല, ദേ ആർ ഡിപെൻഡന്റ്. ദേ ആർ bestowed these facilities by me alone. ഭഗവാൻ തന്നെയാണ്. Endowed with such a faith, he endeavors to worship a particular demigod and obtains his desire. But in actuality, these benefits are bestowed by me alone. ഒരു മിനിറ്റ്. അതെല്ലാം സാങ്ഷൻ ചെയ്യുന്നതും ഭഗവാന്റെ ഇതില്ലാണ്ട്, ഇച്ഛയില്ലാണ്ട് നടക്കില്ല. So the demigods cannot award benediction to their devotees without the permission of the Supreme Lord. The living entity may forget that everything is the property of the Supreme Lord, but the demigods do not forget. Okay, നമുക്കറിയാം ഈശാവാസ്യം പ്രിൻസിപ്പിൾ. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചിത മാഗൃത കസ്വസ്തം. ഈശാവാസ്യം ഇതം സർവം. ആരാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ, കൺട്രോളർ? ഈശ്വര. ഈ കാണുന്നതെല്ലാം കൃഷ്ണൻ അല്ലേ? വിഷ്ണു. എല്ലാം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അല്ലാണ്ട് അന്യദേവതമാരല്ല. അത് അവർക്കറിയാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. ചില സമയത്ത് അവരും ബിവിൾഡർ ആണ് അല്ലെ? ബ്രഹ്മാവോ അല്ലെങ്കിൽ ഇന്ദ്രനോ ഈവൻ അവരും കൺഫ്യൂഷൻ ആവും ചില സമയത്ത്. അതും ഭഗവാന്റെ ലീലയാണ്. So that worship of demigods and achievement of desired results are due not to the demigods but to the Supreme Personality of Godhead by arrangement. ഈ അറേഞ്ച്മെന്റ്, ഈ സംവിധാനം ചെയ്തിരിക്കുന്ന എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അന്യദേവതമാരെ ഒരു കാരണക്കാരായി മാറ്റിയെന്ന് മാത്രം. The less intelligent living entity does not know this and therefore
he foolishly goes to the demigods for some benefit. അപ്പൊ എന്താ പറയുന്നത് പ്രഭുപാദ? He foolishly goes. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ജിഷ മാതാജി? ഫൂളാണ് പ്രഭുജി. അതായത് അന്യദേവതന്മാരുടെ അടുത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു സാത്വിക ഗുണമുള്ള ഒരു പ്രവൃത്തിയല്ല, സത്വഗുണത്തിലുള്ള പ്രവൃത്തിയല്ല എന്ന് വളരെ ക്ലിയർ ആയി. അത് കണ്ടം ചെയ്തിട്ടില്ല, ഭഗവാൻ അതിനെ കണ്ടം ചെയ്തിട്ടില്ല, തെറ്റാന്ന് പറയുന്നില്ല. ഭഗവാൻ അതിനെ കണ്ടം ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ലെസ് ഇന്റലിജന്റ്, മൂഢ, അതിന് എസ്പെഷ്യലി ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും അതിനുള്ള ശരിക്കുള്ള വേർഡ് എന്താ? മൂഢ. മൂഢ എന്ന് പറഞ്ഞാൽ fools. And Prabhupada വളരെ nicely he translates this as rascals. Many time Prabhupada പല സമയത്തും റാസ്കൽസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കും. അപ്പൊ ചില ഡിഫറെന്റ് പ്രഭുപാദ why you are using this word again and again? ഇത് എന്റെ വാക്കല്ല, അത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലുള്ള ഭഗവാൻ is calling such people rascals. I am just repeating it. So, but the pure devotee, when in need of something, prays only to the Supreme Lord. Asking for material benefit, however, is not the sign of a pure devotee. Shuddha Bhaktante Lakshanam Bhaudiya Agrangal Chodhikya Nalla. A living entity goes to the demigods usually because he is mad to fulfill his lust. Okay. Nammude material desire fulfill ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ള അന്യദേവതമാരുടെ അടുത്ത് പോകുന്നത്. In the Chaitanya Charitamrita, it is said that one who worships the Supreme Lord and at the same time desires material enjoyment is contradictory in his desires. അപ്പൊ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കും, അതേ സമയത്ത് ഭൗതിക ഇച്ഛകള് വെച്ച് പുലർത്തും ചെയ്യുകയാണെങ്കിൽ അത് കോൺട്രഡിക്ടറി, വിരോധാഭാസമാണത്. എന്തിനാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? ഈ മനുഷ്യ ജന്മത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് നമ്മൾ ഭൗതിക ഇച്ഛകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചെയ്തു വെച്ചാൽ എങ്ങനെയാ സാധിക്കുക? കാരണം ഭൗതിക ഇച്ഛകൾ വന്നു വെച്ചാൽ വീണ്ടും നമുക്ക് പുനരഭി ജനനം പുനരഭി മരണം അല്ലേ, വന്ന് പോയിക്കൊണ്ടിരിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു വിരോധാഭാസമാണ്, അത് കോൺട്രഡിക്ടറി ആണ്. Devotional service to the Supreme Lord and the worship of a demigod cannot be on the same platform. Because worship of a demigod is material, devotional service to the Supreme Lord is completely spiritual. അപ്പൊ രണ്ട് തലത്തിലാണത്. നമ്മൾ അന്യദേവതന്മാരെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നാൽ അത് മെറ്റീരിയൽ ആണ്. അവിടെ നമുക്ക് എന്താ പറയാ, ഡിവോഷൻ, ഭക്തി വളരുന്നില്ല. ഡിവോഷൻ സർവീസ് ടു സുപ്രീം ലോർഡ്, ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീയ തലത്തിലുള്ളതാണ്, അത് സ്പിരിച്വൽ ആണ്. അപ്പൊ ഇത് രണ്ടും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു അമ്പലത്തിൽ ചെന്നിട്ട് ഇപ്പോ അന്യദേവതമാരെ അവിടെ പ്രാർത്ഥിക്കുന്നത് അതൊരു മെറ്റീരിയൽ വേർഷിപ്പാണ്. പക്ഷെ നേരെ മറിച്ച് ഡിവോഷൻ സർവീസ് ടു സുപ്രീം ലോർഡ് ഈസ് സ്പിരിച്വൽ. അപ്പൊ നമ്മൾ എത്ര ജന്മം എടുത്തിട്ട് ഇപ്പോ ശിവനെ അല്ലെങ്കിൽ ഗണപതിയെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ഇന്ദ്രനെ സൂര്യനെ പ്രാർത്ഥിച്ചാലും നമുക്ക് മുക്തി ഒരിക്കലും കിട്ടാൻ പോകില്ല. നമുക്ക് ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമായിരിക്കാം, പല പല ആഡംബര വസ്തുക്കളും എൻജോയ് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സ്പിരിച്വൽ പാത്ത് തന്നെ എടുക്കണം. സ്പിരിച്വൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാന്റെ വിഷ്ണു തത്വത്തിനെ പ്രാർത്ഥിക്കാൻ വേണം, അല്ലാണ്ട് നമുക്ക് സ്പിരിച്വൽ ആയിട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ വർഷിപ്പ് ഓഫ് ഡെമിഗോഡ് ഈസ് മെറ്റീരിയൽ അല്ലേ, ആൻഡ് ഡിവോഷൻ സർവീസ് ഈസ് സ്പിരിച്വൽ. അപ്പൊ ഈ വ്യത്യാസം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഫോർ ദ ലിവിംഗ് എൻറ്റിറ്റി ഹു ഡിസൈഡ്സ് ടു റിട്ടേൺ ടു ഗോഡ് അറ്റ് മെറ്റീരിയൽ ഡിസൈർസ് ആർ ഇംപെഡിമെന്റ്സ് ആണത് വേറെ പ്രോബ്ലം. ആർക്ക് മുക്തി വേണം അവർക്ക് ഈ മെറ്റീരിയൽ ഡിസൈർസ്, അതായത് ഭൗതിക ലോകത്തിൽ വെച്ചാൽ അതൊരു വിഘ്നമായിട്ട് മാറും. A pure devotee of the Lord is therefore not awarded the material benefits desired by less intelligent living entities who therefore prefer to worship demigods of the material world rather than engage in the devotional service of Supreme. അതുകൊണ്ടാണ് ശുദ്ധ ഭക്തന്മാർക്ക് ചിലപ്പോൾ മിക്ക ശുദ്ധ ഭക്തന്മാരും നമ്മളെ മെറ്റീരിയലി പ്രോപ്പറായിട്ട് കാണുന്നത്. മെറ്റീരിയലി, ഐ എം നോട്ട് സ്പീക്കിംഗ് സ്പിരിച്വലി. ശുദ്ധ ഭക്തന്മാരെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ദേ ആർ മെറ്റീരിയലി പ്രോപ്പർ. അവർക്ക് യാതൊരു
അസറ്റ്സും ഒരു വെൽത്തും ഉണ്ടാവില്ല ബട്ട് സ്പിരിച്വലി ദേ ആർ റിച്ച് ആൻഡ് ദേ ആർ കണ്ടന്റഡ് മോർ ദാൻ ദ ബില്യണയർ ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. അല്ലേ? ഒരു ശുദ്ധ ഭക്തനെ എടുത്താൽ അവന് കിട്ടുന്ന സന്തോഷം അല്ലെ, ആ ഒരു ആനന്ദം എത്ര വലിയ ഒരു ബില്യണർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ് അവർക്ക് ഉണ്ടായിരിക്കില്ല. സോ ദ റിയൽ ഒരു കണ്ടന്റ്മെന്റ് ഈ സ്പിരിച്വാലിറ്റി. അപ്പൊ അതുകൊണ്ട് താഴെ കിടക്കുന്ന ലോവർ കോൺഷ്യസ്നസ് ആൾക്കാർക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് അവാർഡ് ചെയ്യും ഡെമി ഗോഡ്സ്. നേരെ മറിച്ച് ശുദ്ധ ഭക്തന്മാര് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് പതുക്കെ പതുക്കെ അത് വിഡ്രോ. ഓക്കെ, നമ്മള് കൂടുതൽ ഭഗവാനായിട്ട് അടുക്കുമ്പോൾ ഡിവോഷൻ സർവീസിന് ആ രുചി വരുമ്പോൾ എന്താണ് ഭഗവാൻ ചെയ്യുക? നമ്മുടെ മെറ്റീരിയൽ ഓപ്പുലൻസും മെറ്റീരിയൽ ഫെസിലിറ്റീസും എല്ലാം പതുക്കെ പതുക്കെ വിഡ്രോ ചെയ്ത് തരും. കാണിച്ചാൽ ടു ഫെസിലിറ്റേറ്റ് ടു കം നിയറർ ടു ഹിം. നമ്മൾ ഏതൊരു ആചാര്യന്മാരുടെ ഇത് നോക്കിയാലും ശരി, പ്രഭുപാദരനെ എടുത്താലും ശരി, എല്ലാ വാതിലും അടച്ചു പ്രഭുപാദരെ. So there was no other way. So he had to take complete shelter of the Supreme Lord, 100% dependency on Supreme Lord. Then അദ്ദേഹത്തിന് കിട്ടിയ ആ സ്പിരിച്വൽ ഹാപ്പിനെസ് ആൻഡ് ബ്ലിസ് ആൻഡ് ദ സക്സസ്, അദ്ദേഹത്തിന് കിട്ടിയ ആ വിജയം ഒരാൾക്കും കിട്ടിയില്ല അല്ലെ. 40 രൂപ കൊണ്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ ടോട്ടൽ അസെറ്റ് when he left India to America he had only 40 rupees. ആ 40 rupees കൊണ്ട് ഒരു ഭൗതിക ലോകത്തിലെ എത്ര വലിയൊരാൾക്കും കെട്ടിപ്പടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്രാജ്യം സ്പിരിച്വലി he could develop. അതാണ് ഒരു ശുദ്ധ ഭക്തന് ഭഗവാൻ കൊടുക്കുക. Okay. Hare Krishna. So I will stop sharing here. Please put on the video. പിന്നെ എന്തെങ്കിലും കമന്റ്സ്, സംശയങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ പറയൂ. ജിഷ മാതാജി, നിഷ മാതാജി, ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയാലേ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടും. നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അത് സെക്കൻഡറി. കൺസെപ്റ്റ് ക്ലിയർ ആയാൽ നമുക്ക് പതുക്കെ പതുക്കെ ആ ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഓവർനൈറ്റ് നാളെ മുതൽ തന്നെ എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോയിട്ട് ശുദ്ധ ഭക്തനാണ് ഭക്തി നടക്കില്ല. അത് ഔട്ട് ഓഫ് സ്ലോലി ആൻഡ് ഗ്രാജുവലി വി ഹാവ് ടു കം ഫ്രം ദ ലോവർ മോഡ്സ് ടു ദ മോഡ് ഓഫ് ഗുഡ്നെസ്. ഡെയിലി നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആവണം. അപ്പൊ അതാണ് ഈ പ്രഭുപാദരെ പർപ്പോർട്ട് റിയൽ ഇത്രയും ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു പർപ്പോർട്ട് നമുക്ക് ഏതിലും കാണാൻ പറ്റില്ല. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ അയച്ചു തന്ന ഗുരുവായൂരിലത്തെ എന്താ അതിന്റെ തന്ത്രി മേൽശാന്തി പറഞ്ഞു കേട്ടില്ല? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞത് അദ്ദേഹം. അദ്ദേഹത്തിന് അധികം അറിയില്ല, എന്നാലും ഉള്ള അറിവ് വെച്ചിട്ട് വളരെ നന്നായിട്ട് പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾക്ക് അത് ശരിക്കും വായിച്ച് അതിന്റെ when we dive deep into that subject matter, then we understand the real greatness of Prabhupada. അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെ വരുമായിരുന്നു, എന്തൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? മാതാജി, ദീപ്തിമതി മാതാജി, വാട്ട്സ് യുവർ കമന്റ്സ്? അതെ പ്രഭുജി, എനിക്ക് ഇന്നലെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പറയായിരുന്നല്ലോ, പ്രഭുപാദർ എഴുതിയേക്കുന്ന വ്യാഖ്യാനങ്ങളും ഒക്കെ ശ്രീമദ് ഭാഗവതത്തിന്റെ ആണെങ്കിലും അതെ, ഭഗവത്ഗീതയുടെ ആണെങ്കിലും അതെ, മറ്റെവിടെയും കേൾക്കാത്ത വളരെയധികം നോളജ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വായിക്കാൻ പറ്റുന്നതും നമുക്ക് അറിയാൻ പറ്റുന്നതും ഒക്കെ വളരെ ഒരു മഹാഭാഗ്യമാണ്.